ഒരു തരത്തിലുള്ള അതൃപ്തിയില്ല. എന്തായാലും എന്റെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന പഴയ മിത്രങ്ങളോട് നന്ദിയുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇന്ന് ചുമതല ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഇന്ന് അവിടെ പോകാത്ത. കാരണം ഞങ്ങളുടെ മുന്നിൽ വലിയൊരു ദൗത്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഇന്ന് അവിടെ പോകാനുള്ള അസൗകര്യം, കാരണം 3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്ര വലിയൊരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് പോകാത്തത്. മറ്റൊരർത്ഥവും അതിന് കൊടുക്കേണ്ടതില്ല. ഇന്ന് ഞങ്ങളുടെ മുന്നിലുള്ളത് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ 2 ദിവസം ഞങ്ങളൊന്ന് മാർക്കേണ്ടി വരും. അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിച്ച് ഇങ്ങനെ ഒരു അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം സന്ദീപിന്റെ ഓരോ ചടങ്ങുകൾ കോൺഗ്രസുകാരെക്കാളും വീക്ഷിക്കുന്നത് BJP-ക്കാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഈ ചടങ്ങിൽ എവിടെ സന്ദീപിനെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇതിനകം തന്നെ പോസ്റ്റുകൾ വന്നു തുടങ്ങി BJP-ക്കാര്. സന്ദീപ് ശരിയായ രീതിയിൽ ക്ഷണിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തോടുള്ള അതൃപ്തിയാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ നേരിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചിട്ടുണ്ട്. നേരിൽ അവരോട് എല്ലാവരോടും ഫോൺ സംസാരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അതൃപ്തിയില്ല. എന്തായാലും എന്റെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന പഴയ മിത്രങ്ങളോട് നന്ദിയുണ്ട്.